പഞ്ചാബിൽ പ്രളയക്കെടുതി രൂക്ഷം. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി. 1000-ലധികം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ അമിത്ഷാ ഇന്ന് ജമ്മുകശ്മീരിൽ എത്തും. 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് പഞ്ചാബ് നേരിടുന്നത്. 9 ജില്ലകളിലെ 1018 ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു. 3 ലക്ഷം ഏക്കർ കൃഷിഭൂമിയും നശിച്ചുവെന്നാണ് പ്രാഥമിക കണക്ക്. ദ്രുതകർമ്മസേനയുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 11,000-ഓളം ആളുകളെ രക്ഷിച്ചു. 4,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രവി, സത്ലജ്, ബിയാസ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. കനത്ത ദുരിതം നേരിടുന്ന സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് നൽകണമെന്ന് പഞ്ചാബ് സർക്കാരും BJPയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കനത്ത നാശം വിതച്ച ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ജമ്മുവിലെത്തും. നാളെ ദുരന്തബാധിത മേഖലകളിൽ ആകാശ സർവേ നടത്തും. ശേഷം രാജ്ഭവനിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അവലോകന യോഗം ചേരും. ഇതുവരെ 170 പേർക്കാണ് ജമ്മുകശ്മീരിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.